അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ചെന്ന കിഫ്ബി പദ്ധതി എവിടെയെന്ന് ചോദിച്ചാൽ ദേ കിഫ്ബി പദ്ധതി എന്നാണ് അടൂരിന്റെ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ പറയുന്നത്. അടൂരിൽ എവിടെയും കിഫ്ബി പദ്ധതികൾ കാണാമെന്നും അതിനാൽ തന്നെ അടൂരിലെ ജനത പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ വിജയിപ്പിക്കാൻ മുൻപന്തിയിലുണ്ടാകുമെന്നും ചിറ്റയം ഗോപകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്ക പത്തനംതിട്ട മണ്ഡലത്തിൽ നടപ്പാക്കിയ കിഫ്ബി പദ്ധതികൾ ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് വോട്ട് തേടുന്നത്. 7000 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി മുഖേന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അടൂരിലെ MLAയും ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ ചിറ്റയം ഗോപകുമാറാണ്. ഈ മണ്ഡലത്തിൽ 1000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടല്ലേ? ഏറ്റവും കൂടുതൽ പദ്ധതി നടപ്പാക്കിയ ഒരു മണ്ഡലമാണ് അടൂർ. 2018 ശ്രീ തോമസ് ഐസക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കിഫ്ബി പദ്ധതിയിൽ ഒട്ടേറെ പ്രപ്പോസൽ ഞാൻ നൽകിയിരുന്നു. അതെല്ലാം അദ്ദേഹം പൂർണ്ണമായി ഇവിടെ നടപ്പാക്കി എന്നുള്ളതാണ് ഏറെ സന്തോഷം. കാരണം ഇവിടെ ഈ അടൂർ മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഒരു മാറ്റം കുറിച്ചത് തോമസ് ഐസക്കിലൂടെയാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആനയടി കൂടൽ റോഡ്. ഒരു 34 കിലോമീറ്റർ 12 മീറ്റർ വീതിയിൽ 110 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചിരിക്കുന്നത്. അതുപോലെ നിരവധി റോഡുകളുണ്ട്. ഏഴംകുളം കൈപ്പട്ട റോഡ്, പ്ലാന്റേഷൻ റോഡ്, ആനന്ദപ്പള്ളി കുടുംബം റോഡ്, അങ്ങനെ നിരവധി റോഡുകൾക്ക് അദ്ദേഹം പണം തന്നു. കൂടാതെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ, നമുക്ക് അടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. 3 കോടി രൂപ MLA ഫണ്ട് കൂടി ചെലവഴിച്ച് 8 കോടിക്കാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ പന്തളം തോട്ടക്കോണം ഹയർ സെക്കൻഡറി സ്കൂള്, കിഴക്കൂറം ഹയർ സെക്കൻഡറി സ്കൂള്, ഗേൾസ് ഹൈസ്കൂൾ അടൂർ, തൃച്ചേന്തമംഗലം ഹൈസ്കൂൾ, തൃച്ചേന്തമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, പൂഴിക്കാട് ഗവൺമെൻറ് UPS, തുമ്പമൺ ഗവൺമെൻറ് UPS, അറുകാലിക്കൽ ഗവൺമെൻറ് LPS, ഇളങ്ങമംഗലം LPS, അറന്തക്കുളങ്ങര LPS, ഇങ്ങനെ നിരവധി സ്കൂളുകൾക്ക് അദ്ദേഹം കിഫ്ബിയിലൂടെ പണം നൽകുകയുണ്ടായി. അതെല്ലാം അടിസ്ഥാന സൗകര്യ വികസനമുണ്ട്. മാത്രം എല്ലാം ഹൈടെക് സ്കൂളുകളാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ള സ്കൂളല്ല ഇന്നത്തെ സ്കൂള്. വലിയ മാറ്റമാണ്. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായത് തോമസ് ഐസക്കിലൂടെയാണ്. അതോടൊപ്പം തന്നെ അടൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടൂർ ഇരട്ടപ്പാലം. ആ ഇരട്ടപ്പാലം വന്നതോടുകൂടി ട്രാഫിക് കൺജഷൻ ഒരുപാട് കുറയ്ക്കാൻ നമുക്ക് പറ്റി. അതുകൊണ്ട് തന്നെ അടൂരെ കായിക പ്രേമികൾക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അടൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ആദ്യം അടൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് അദ്ദേഹം 10 കോടി രൂപ അനുവദിച്ചു. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ സ്ഥലത്തിൻ്റെ പേരിലുണ്ടായതുകൊണ്ടാണ് തുടങ്ങാൻ താമസിച്ചത്. പക്ഷേ ഇപ്പോൾ അത് തുടങ്ങാൻ പോകുന്നു. അതിനുശേഷം ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു കൊടുമൺ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അതിന് 14.5 കോടി രൂപ അനുവദിച്ചു. അത് ഇപ്പോൾ പൂർത്തീകരിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും സിന്തറ്റിക് ട്രാക്കുള്ള ഏറ്റവും മനോഹരമായ സ്റ്റേഡിയമാണ്. അവിടെ ഒരുപാട് പരിശീലനം നടക്കുന്നുണ്ട്. ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ 2 സ്റ്റേഡിയമാണ് അടൂരിന് അദ്ദേഹം അനുവദിച്ചത് കിഫ്ബിയിലൂടെ. അതുപോലെ തന്നെ കോടതി സമുച്ചയത്തിന് അദ്ദേഹം 10 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ വീണ്ടും 7.17 കോടി രൂപ അനുവദിച്ചു. സെക്കൻഡ് ഫേസിൽ ആ കോടതി സമുച്ചയം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടൂര് എക്സൈസ് കോംപ്ലക്സ്, അടൂര് ഫയർ സ്റ്റേഷൻ, റവന്യൂ കോംപ്ലക്സ്, അങ്ങനെ നിരവധി പൊതു സ്ഥാപനങ്ങൾ കൂടി കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ പന്തളം ബൈപ്പാസ്, അടൂർ റിംഗ് റോഡ്, അതുപോലെ തന്നെ പന്തളത്തിൻ്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസ് 11 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചു. അടൂർ ജനറൽ ആശുപത്രിക്ക് 27 കോടി രൂപയാണ് അടൂർ ജനറൽ ആശുപത്രിക്ക് അനുവദിച്ചത്. 2 ഘട്ടമായിട്ടാണ് അവിടെ. നേരത്തെ 15 കോടി അനുവദിച്ചു, ഇപ്പോൾ നിർമ്മാണം തുടങ്ങി. 13 കോടി രൂപ ഇപ്പോൾ അംഗീകരിച്ചു, അതിൻ്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും. അടൂര് മാർക്കറ്റ്, ശ്രീമൂലം മാർക്കറ്റ് ഏറ്റവും ആധുനിക രീതിയിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചു. പറക്കോട് മാർക്കറ്റിന് കിഫ്ബി അംഗീകരിച്ചു. അടൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏറ്റവും പ്രയാസം നേരിടുന്ന ഒന്നാണ് ഇവിടെ സാധാരണക്കാരായിട്ട് ഒരുപാട് ആളുകൾ, മനുഷ്യർ ഇവിടെ ഈ പട്ടണ പ്രദേശത്ത് താമസമുണ്ട്. അവർക്ക് 2 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ സംസ്കരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇത് മനസ്സിലാക്കി കിഫ്ബിയുമായി സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടൂര് ആധുനിക രീതിയിലുള്ള ഒരു ശ്മശാനം നിർമ്മിക്കുന്നതിന് ഇപ്പോൾ കിഫ്ബി പണം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണടി വേലുത്തുള്ള സ്മാരക മ്യൂസിയം, അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം, ഇങ്ങനെ തുടങ്ങി നിരവധി എല്ലാ മേഖലയിലുമായി ബന്ധപ്പെടുത്തിയാണ് കിഫ്ബിയിൽ ഇവിടെ പണം അനുവദിച്ചത്. അതെല്ലാം തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ഈ തോമസ് ഐസക് സാറ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അടൂര് ജനങ്ങളാണ്. കാര്യം അടൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ജനങ്ങളെല്ലാം പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുക, കിഫ്ബി ഇവിടെ നിന്ന് വെച്ചാൽ ആ പദ്ധതി ഇവിടെ നിന്ന് നോക്കിയാൽ ഇരട്ടപ്പാലം ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഈ അടൂരിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇരട്ടപ്പാലം, അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും.
തൊട്ട് അപ്പുറത്തോട്ട് പോയാൽ കോടതി സംശയം കാണിക്കാൻ പറ്റും. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാണിക്കാൻ പറ്റും. എവിടെ കിഫ്ബി? പന്നിവിടയിലോട്ട് പോയാൽ ഫയർ സ്റ്റേഷൻ കാണിക്കാം. ഇങ്ങനെ എവിടെയും കാണിക്കാൻ പറ്റും. എവിടെ കിഫ്ബി എന്ന് വെച്ചാൽ ദാണ്ട കിഫ്ബി അല്ലേ? അങ്ങനെയാണ് അടൂരിലെ ഏറ്റവും കൂടുതൽ പണം കിഫ്ബി വഴി തന്നത് സഖാവ് തോമസ് ഐസക്കാണ്. വളരെ നന്ദി. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞത് അടൂരിൽ കിഫ്ബി പദ്ധതികൾ നടപ്പാക്കിയത് 1000 കോടി രൂപയുടെ പദ്ധതികളാണ്. അതിനാൽ തന്നെ എൻ്റെ 25,000-ലധികം അല്ലേ 25,000-ലധികം ഭൂരിപക്ഷം അടൂരിൽ നിന്ന് മാത്രം തോമസ് ഐസക്കിന് ലഭിക്കുമെന്നാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.